നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്തു, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അത് രണ്ടും ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു. എന്നാൽ നെക്സ്റ്റ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ which is also known as Gaussian distribution or bell curved distribution. It is probability function which describes how the values of variables are distributed. It is the most important probability distribution in statistics because it fits many natural phenomena such as human height, weight, temperature, blood pressure, sugar count, etc. Okay, അപ്പം ഇതിനെ നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്. അതായത് ഗോസ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് കാൾ ഫെഡറിക് ഗോസ് എന്ന് പറഞ്ഞിട്ടൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയത്. അപ്പം നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാറുണ്ട്. പിന്നെ ബെൽ ഷേപ്പ്ഡ് എന്ന് പറയാൻ കാരണം ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് അത് ഒരു ബെൽ ഷേപ്പ്ഡ് കർവാണ്. അത് എക്സാക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. ഇപ്പോൾ ഒരു ബെല്ലിൻ്റെ ആകൃതിയിലുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബെൽ കർവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സാധാരണ നാച്ചുറൽ ഫിനോമിനാസ്, അതുപോലെ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഹൈറ്റ്, വെയ്റ്റ്, ടെമ്പറേച്ചർ, ബ്ലഡ് പ്രഷർ, ഷുഗർ കൗണ്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ നമുക്ക് മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനാലിസിസിന് വിധേയമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവ സ്വാഭാവികമായിട്ടും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുക. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് നടത്താമെന്നുള്ളതാണ്. അൺലൈക്ക് ബൈനോമിയൽ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും ഡിഫറൻസ് എന്താണെന്നുള്ളതൊക്കെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. The probabilities for continuous distribution are measured over ranges of values rather than single points, and hence the probability indicates the likelihood that a value will fall within an interval or range. ഇത് പ്രോബബിലിറ്റിയെ പറ്റി ജനറൽ ഐഡിയ ആണ് പറയുന്നത്. The normal distribution is symmetrical bell shaped curve, hence the right side of the center is a mirror image of the left side. On the probability plot, the entire area under the distribution curve equals 1. The area under normal distribution curve represents the probability of the entire area and total area under curve sums to 1. അത് ഇതിൻ്റെ ഗ്രാഫിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതയാണ് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്നാലും ഒരു ബെൽ ഷേപ്പ്ഡ് കർവാണ്, സിമ്മെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഗ്രാഫിൻ്റെ നടുക്ക് നമ്മൾ മീനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും എക്സാക്റ്റ് ഈക്വൽ ആയിരിക്കും. അതാണ് റൈറ്റ് സൈഡിൻ്റെ മിറർ ഇമേജ് ആണ് ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൻ്റെ മിറർ ഇമേജ് ആണ് റൈറ്റ് സൈഡ് എന്ന് പറയാൻ കാരണം. ഓക്കെ, സെൻട്രൽ പോർഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും സെയിം ദൂരമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് അതിൻ്റെ പ്രത്യേകത. ബെൽ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞു, സിമ്മെട്രിക് ആണ്. ഇനി നോർമൽ കർവ്, ഓൾ ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആർ സിമ്മെട്രിക് ഓർ ബെൽ ഷേപ്പ്ഡ്. The graph of a normal distribution depends on two factors, mean and standard deviation. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് അത് രണ്ട് ഫാക്ടേഴ്സാണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ബാധിക്കുന്നത്. ഒന്ന് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഒരു ഗ്രാഫിൻ്റെ കർവ് എങ്ങനെ ആവണമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മീനും, രണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഓക്കെ, അതിലൊന്നാമത്തെ മീൻ. The mean is the central tendency of distribution
It defines a location of a peak for a normal distribution. Most values cluster around the mean. The mean median mode of the normal distribution are equal and they lie in the middle of the distribution. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ അതൊക്കെ കഴിഞ്ഞ സെമസ്റ്ററിൽ എടുത്തതാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വാല്യൂസും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ ഒരു പോർഷനിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മീൻ മീഡിയൻ മോഡൊക്കെ ഒരു ഗ്രാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? മെഷേഴ്സ് ഓഫ് അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന മീൻ മീഡിയൻ മോഡൊക്കെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മിഡിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഏറ്റവും മിഡിൽ പോർഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് എ മെഷർ ഓഫ് how much the numbers are spread out. It represents the typical distance of observations from average. It also determines the height and width of the normal curve. അതായത് ഇപ്പം മീനിൻ്റെ കാര്യം പറഞ്ഞു. മീൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ എന്തായിരിക്കും? സെൻട്രൽ പോർഷൻ ആയിരിക്കും. അതിൽ നിന്നും ഇൻഡിവിജ്വൽ വാല്യൂസ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് എന്ത്? നോർമൽ കർവ് അല്ലെങ്കിൽ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എത്രത്തോളം സിമെട്രി കാണിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് റൈറ്റ് സൈഡിലേക്ക് എത്ര പോർഷൻ വരണം, ലെഫ്റ്റ് സൈഡിലേക്ക് എത്ര പോർഷൻ വരണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും, അപ്പോൾ മനസ്സിലാവും. പിന്നെ പാരാമീറ്റേഴ്സ് ആണ്. പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഫൗണ്ട് ഇൻ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ദ പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ഇറ്റ്സ് ഷേപ്പ് ആൻഡ് പ്രോബബിലിറ്റി. ദ പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ mean and standard deviation. In order to fit a normal distribution, these two values are to be known. These distribution parameters are the values which apply to the entire population, but these population parameters may not be available and also may not be possible to measure in entire population. In such case, parameters are estimated with the help of random samples. Okay, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ്റെയും ഒരു ഐഡൻറ്റിറ്റിയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെയും പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ദ പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ ദി മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്. ബൈനോമിയൽ അതുപോലെ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിറ്റിങ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മീനിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയും വാല്യൂ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഇത് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എൻ്റയർ പോപ്പുലേഷൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഓഫ് 0 ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ മീൻ 0യും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണെങ്കിൽ അത്തരം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ആ നോർമൽ സ്റ്റാൻഡേർഡ് റാൻഡം വേരിയബിൾ അത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് സ്കോർ ഓർ സെഡ്. അപ്പോൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്മൾ എന്ത് വിളിക്കും? സെഡ് എന്ന് പറയാം. A value from normal distribution can be transformed into its corresponding value on the standard normal distribution by using the following formula. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാം. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള മീനും അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എന്താവുക?
മീൻ 0 ആയിരിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആയിരിക്കണം. അത്തരത്തിലുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ എന്ന് പറയുന്നു. സ്റ്റാൻഡേർഡ് നോർമൽ ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സെഡ്. സെഡിൻ്റെ എങ്ങനെ ഡിഫൈൻ ചെയ്ത്? എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ. സെഡ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ദി ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ, മ്യൂ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ദി ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് സിഗ്മ ഇസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അടുത്ത് പ്രോപ്പർട്ടീസ് ആണ്. The normal distribution is essentially statistics, but remember that it is just one of many probability distributions and it does not fit all populations. Therefore, learning on how to determine whether the normal distribution provides the best fit to the given data is important. The following are the properties of normal distribution. എന്താന്ന് നോക്കാം. Normal distribution curve is well shaped and is symmetric about the mean and there is no skewness in it. കർവിൻ്റെ കാര്യമാണ് വീണ്ടും പറയുന്നത്. ഗ്രാഫ് പറഞ്ഞ എന്താണ്? സിമ്മെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ആ ഗ്രാഫിൻ്റെ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കും ഈക്വൽ പോർഷൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞ സാധനം 0 ആയിരിക്കും. സ്ക്യൂനെസ് എന്ന് പറഞ്ഞ പറഞ്ഞതാണ് എന്താണ്? അസിമെട്രി കാണിക്കുന്നതാണ്. നമ്മൾ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ നോർമൽ കർവ് ഈസ് അറ്റ് ദ മീൻ വിച്ച് ഇസ് ഓൾസോ മീഡിയൻ ആൻഡ് മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ പറഞ്ഞു ആ പർട്ടിക്കുലർ കർവിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റ് ആണ് മീൻ, അതുപോലെ മീഡിയൻ, മോഡ്. ഹൈറ്റ് ഓഫ് ദ നോർമൽ കർവ് ഈസ് മാക്സിമം അറ്റ് മീൻ വാല്യൂ. ദ ഏരിയ എബോവ് മീൻ ആൻഡ് ബിലോ ദ മീൻ ആർ ഈക്വൽ. അത് പറഞ്ഞു സിമ്മെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? മീൻ ആണ്. മീൻ. അതിൻ്റെ താഴെയും ദ ഏരിയ എബോവ് ദ മീൻ ബിലോ ദ മീൻ ആർ ഈക്വൽ. ആ പർട്ടിക്കുലർ മീനിൻ്റെ താഴെയുള്ള ഏരിയയും മേലുള്ള ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണി മോഡൽ ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ പോയിന്റ് ഓഫ് മാക്സിമം ഫ്രീക്വൻസി. മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം വാല്യൂ ആണ് എന്ത്? അതിൻ്റെ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് യൂണി മോഡലാണ്. കാരണം എന്താണ്? ഒറ്റ മോഡേ ഉള്ളൂ, അതായത് ഒറ്റ മാക്സിമം വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ മീനും മീഡിയനൊക്കെ എന്താണ്? സെയിം തന്നെയാണ്. ആസ് ദ കർവ് ഈസ് സിമെട്രിക്കൽ, ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ് ആർ ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ മീൻ. Q3 മൈനസ് മീഡിയൻ ഈക്വൽ ടു മീഡിയൻ മൈനസ് Q3. ഇത് ക്വാർട്ടൈൽ ഡീവിയേഷൻ പറഞ്ഞതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഗ്രാഫിനെ 4 ഭാഗങ്ങളാക്കിയിട്ട് Q1, Q2, Q3, Q4 എന്ന് പറയും. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ മീൻസ് ഇൻ ദ സെൻസ് ലാസ്റ്റ് സെമസ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ് ബേസിക് ന്യൂമറിക്കൽ സ്കില്ല്. അപ്പോൾ അന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഗ്രാഫിൻ്റെ കേസിൽ പറയുന്നത് എന്താണ്? കർവ് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഒന്നാമത്തെ ക്വാർട്ടറും മൂന്നാമത്തെ ക്വാർട്ടറും ഈക്വി ഡിസ്റ്റൻറ്റ് ഫ്രം മീൻ ആയിരിക്കും. മീനിൽ നിന്നുള്ള അല്ലെങ്കിൽ ആവറേജ് വാല്യൂയിൽ നിന്നുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ദ കർവ് ഈസ് അസിംപ്റ്റോട്ടിക് ടു ദ ബേസ് ലൈൻ. ഇറ്റ് മേ കണ്ടിന്യൂ ടു അപ്രോച്ച് ദ ബേസ് ലൈൻ ബട്ട് നെവർ ടച്ച് ഇറ്റ്. അസിംപ്റ്റോട്ടിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരബോളിക് ഫങ്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് +2 സയൻസ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും അസിംപ്റ്റോട്ട് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ബേസ് ലൈനിന് അസിംപ്റ്റോട്ടിക്കായിട്ട് നിൽക്കുന്നു, അതായത് സിംപ്ലി പാരലലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് കർവ്. പക്ഷെ ഒരിക്കലും ടച്ച് ചെയ്യുന്നില്ല. അതായത് ഇപ്പോൾ 2 ലൈൻ ഇങ്ങനെ പോകുന്നതാണെങ്കിൽ അത് പാരലായിട്ട് പോകുന്നു. ഗ്രാഫിൻ്റെ എൻ പോർഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദ മീൻ ഓഫ് ദ ഡീവിയേഷൻ ഈസ് 0.79 ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ 0.79 പോർഷനാണ് ഇത് മീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദ ടോട്ടൽ ഏരിയ അണ്ടർ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ഈസ് 1. ദ ഫാറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ഹൗ ദ സം ഓഫ് ഓൾ പ്രോബിലിറ്റീസ് മസ്റ്റ് ബി ഈക്വൽ ടു 1 ഫോർ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ടോട്ടൽ ഏരിയ, ഗ്രാഫിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെഷേഴ്സ് ദ ഡിസ്റ്റൻസ് ഓൺ distribution from the mean to the inflection points, the point at which the curve changes its direction. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അപ്പോൾ നമ്മളിത് ഗ്രാഫ് എക്സാക്റ്റ് വരച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള
ക്ലാസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു.